ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പിടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പിടിയും അതിനുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, വഴറ്റുക ഒന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനതിന് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ പാക്കറ്റിൽ മേടിച്ചതാണ്, ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതല്ല. പാക്കറ്റിൽ മേടിച്ച് ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും പൊടിയുണ്ടല്ലോ, അത് ഒരു 2 കപ്പാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ഉപ്പിടുക, ഒരു അര ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചേർത്താൽ മതിയേ. ഇനി അതിനകത്തോട്ട് വേണ്ടത് ചെറിയ തേങ്ങ, ഒരു 2 കപ്പാണ് വേണ്ടത്. 2 കപ്പിന് 2 കപ്പ് തേങ്ങ. എന്നിട്ട് നല്ല ചൂടുവെള്ളമല്ല, തിളച്ച വെള്ളം. ഒരു കപ്പിന് ഒരു 1.25 കപ്പാണ് വേണ്ടത്. പക്ഷേ നമ്മൾ കുറേശ്ശെയായിട്ട് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 2 കപ്പിന് ഏതാണ്ട് ഒരു 2.5 കപ്പ് വേണ്ടി വരും. പക്ഷേ ഒരു 2 കപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് തൊട്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട്. കാരണം ഓരോ ബ്രാൻഡ് പൊടി അത് എന്തുമാത്രം വറുത്തതാണെന്നുള്ളത്, അതിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് എന്തുമാത്രം വെള്ളം വേണം എന്നുള്ളത്. ഞാൻ എടുത്തത് 2 കപ്പ് വെള്ളമാണ്. അപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ആ ഒരു അയവിന് കിട്ടി. ഇത് ഒരുപാട് അങ്ങ് കട്ടിയായിട്ടിരിക്കരുത്, ഒരു ഇത്തിരി ഒരു മയം വേണം മാവിന്. എന്നാലേ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ കുഴച്ച് മയമാക്കി നമ്മളതൊരു 5-10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇച്ചിരി ഒരു അയവ് വേണം കേട്ടോ. ഒരുപാടങ്ങ് മുറുകിയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു പിടി വെന്ത് വരുമ്പോഴത്തേക്ക്, ആവിയിൽ വേവിക്കുന്നതല്ലേ, അപ്പോൾ വെന്ത് വരുമ്പോഴത്തേക്ക് ഒട്ടും സോഫ്റ്റ്നെസ് കാണത്തില്ല. അത് കാരണം ഇച്ചിരി ലൂസായിട്ട് എടുത്തിട്ട് നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് കൊഴുക്കട്ട പോലെ നമ്മൾ ഉരുട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പം വേണ്ട, ഞാൻ ഇടിയപ്പത്തിൻ്റെ ആ ഒരു തട്ടിലോട്ട് നെയ്യാണ് പുരട്ടുന്നത്. എണ്ണയെക്കാട്ടി കുറച്ചുകൂടെ നല്ലത് നെയ്യാണ് കേട്ടോ. കാരണം അതൊന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് കുറേ കൂടെ ഒരു ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഭാഗത്തും അതിൻ്റെ ആ ഓരോ ഇഡലി ഇരിക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതല്ലാതെ അതിൻ്റെ ഇടയ്ക്കും ഒക്കെ തേക്കണം. കാരണം നമ്മൾ ആ ഒരു ഇഡലി ഒഴിക്കുന്നിടത്ത് മാത്രമല്ലല്ലോ വെക്കുന്നത്. അപ്പം മൊത്തത്തിൽ നന്നായിട്ട് നെയ്യൊന്ന് തടവിയിട്ട് നമ്മുടെ കയ്യിലും ഒരിച്ചിരി നന്നായിട്ട് നെയ്യ് തടവുക. നെയ്യോ എണ്ണയോ വെള്ളമോ എന്തായാലും മതി. ഞാനിപ്പം കയ്യിൽ പുരട്ടിയിരിക്കുന്നത് എണ്ണയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെക്കുന്നതിനെയാണ് പിടി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊഴുക്കട്ട പോലെ ആക്കുകയും ചെയ്യാം. നമുക്കിങ്ങനെ നല്ല റൗണ്ടായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതാ ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ആ ചട്നിയിലൊക്കെ മുക്കി ഇങ്ങനെ കഴിക്കാനായിട്ട് കുറേ കൂടെ എനിക്ക് തോന്നുന്നു നമുക്ക് വശം കിട്ടുന്നത് ഇങ്ങനെ ഇച്ചിരി നീളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണെന്ന് തോന്നുന്നു. പിന്നെ അപ്പച്ചമ്പിൻ്റെ തട്ടിൽ നന്നായിട്ട് ആ ഒരു അപ്പച്ചമ്പിൻ്റെ പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ആ തട്ടിൽ ഈ പിടി വെക്കാവുള്ളൂ കേട്ടോ. ആദ്യമേ പിടി എടുത്ത് വെച്ചിട്ട് പിന്നെ തിളപ്പിക്കാൻ വെക്കരുത്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാലും തുടക്കക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പോലെ കൊച്ചു കാര്യങ്ങൾ വരെ പറയുന്നത് കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അറിയാവുന്നതാവുമ്പോൾ വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുമ്പം അത് ക്ഷമിക്കണം കേട്ടോ. ഇപ്പം വേണ്ടത്, നമ്മൾ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് പകുതി ആദ്യം ചേർത്താൽ മതി. പിന്നെ വറ്റൽമുളക് ചതച്ചത്, അതൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ വറ്റൽമുളക് ഒന്ന് ചൂടാക്കി തണുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചതാണ്. പിന്നെ നല്ലോണം കൊച്ചുള്ളി, പിന്നെ ആ വറ്റൽമുളക് പൊടിച്ചിട്ടില്ല കേട്ടോ, ഒരു ചതച്ച പരുവത്തിനെ എടുത്തിട്ടുള്ളേ. പിന്നെ നമുക്കിതിന് ആകെപ്പാടെ വേണ്ടത് കൊച്ചുള്ളിയും എണ്ണയും വറ്റൽമുളകും ഉപ്പും പുളിയും മാത്രമാണ്. ഇത് വഴറ്റുമൊന്നും വേണ്ട കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിച്ച് ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട്. ഇതൊരു ഇച്ചിരി ഞാൻ പറഞ്ഞല്ലോ, ഒരുപാടങ്ങ് മുറുക്കത്തിലായി പോകരുത് അതിൻ്റെ മാവ്. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിടിയും കട്ടിയായി പോകും. പിന്നെ ചിലർ ഇതിനകത്ത് ജീരകം ചേർക്കാറുണ്ട് കേട്ടോ. ജീരകം ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഇഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ജീരകമോ ഇഞ്ചിയോ അങ്ങനെയുള്ളതൊന്നും ചേർത്തില്ല. വെറും ഉപ്പും തേങ്ങയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, തിളച്ച വെള്ളം. അപ്പോൾ പുളി പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് മുഴുവനും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു പകുതി മുക്കാലും ചേർത്തിട്ട് ബാക്കി നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലോട്ട് കൊച്ചുള്ളി ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇടുന്നത് ഒരു 3 ലെവൽ ടീസ്പൂൺ വറ്റൽമുളകാണ് കേട്ടോ.
ഇത് കാശ്മീരി ചില്ലി അല്ല. കാശ്മീരി ചില്ലി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിടാം. അപ്പം നിറമുണ്ടാവും, പക്ഷേ വലിയ എരിവ് കാണത്തില്ല. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടു, പുളി ഇട്ടു. പുളി ഒരു 3/4 ഒഴിച്ചിട്ട് പിന്നെ ബാക്കി ഞാൻ പിന്നെ ചേർക്കുമായിരുന്നു, കുറേ കൂടെ വേണമെന്ന് തോന്നിയതുകൊണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, വെളിച്ചെണ്ണ കുറേ കൂടെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 1 മതി. പക്ഷേ 3 ആയാൽ കുറേ കൂടെ ടേസ്റ്റാണ്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ എന്ന് കേട്ടിട്ട് തന്നെ ആരും ചീത്ത വിളിക്കല്ലേ. ഇപ്പോൾ ദേ കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി നമ്മുടെ പുളി പിഴിഞ്ഞ് ഒഴിച്ചതും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ ടേബിൾ സ്പൂണാണ് കേട്ടോ, 3 ഒഴിച്ചിട്ടില്ലേ. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഫൈനലായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് എടുക്കാം. പിടി പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മച്ചി മിക്കവാറും ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. പിടിയും കൊഴുക്കട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഇത്. ചിലപ്പോൾ രാവിലെയും ഉണ്ടാക്കാറുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും രാവിലെ. അപ്പോൾ ഈ ഉള്ളിച്ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീൻകറി ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻകറിയുടെ ചാറ് കൂട്ടിയും കഴിച്ചിട്ടുണ്ട്. ആ ചാറ് കൂട്ടി കഴിക്കാനായിട്ട് നല്ല എരിവുള്ള ആ ഒരു മീൻകറിയുടെ ചാറ് കൂട്ടി കഴിക്കാനും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിടിയും ചമ്മന്തിയും ഒക്കെ ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഇങ്ങനെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ മറ്റുള്ളവരെ കുതിപ്പിക്കുമ്പം വല്ലാത്ത ഒരു മനസ്സുഖമാണ് കേട്ടോ. ഇതായിരിക്കും അല്ലേ ഈ ക്രൂര വിനോദങ്ങളെന്നൊക്കെ പറയുന്ന ഒരു സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി. വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് വിവരം അറിയിക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ ഒരു കാരണവശാലും അത് ശരിയാവാതെ വരത്തില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ, എൻ്റെ ചാനൽ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.